മാഡം ഗുഡ് ഈവനിങ്. മാഡം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു ചാനൽ പുറത്തുവിട്ട വിവരങ്ങൾ അതിൽ എന്തൊക്കെ ഇപ്പോൾ താങ്കൾ തന്നെ കോടതിയെ സമീപിച്ചത്, ഇതിലെ അതിജീവിതകൾ നൽകിയിരിക്കുന്ന മൊഴികൾ, അതിൻ്റെ രഹസ്യ സ്വഭാവം, അവരുടെ സ്വകാര്യത ഇത് സംരക്ഷിക്കപ്പെടുമോ എന്നുള്ള ആശങ്ക കൊണ്ടാണല്ലോ താങ്കൾ തന്നെ കോടതി ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ ചില മാധ്യമങ്ങൾ അതിൻ്റെ ചില വിവരങ്ങൾ പുറത്തുവിടുന്നു. അതിനെതിരെ WCC ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നു. ഇത് എവിടെ നിന്ന് ചോർന്നു പോയി കാണും എന്നതിലാണ് നിങ്ങൾക്ക് ആശങ്കയുള്ളത്? എവിടെയാണ് ഇതിൽ നിയമലംഘനം നടന്നിരിക്കുന്നത്? ഓക്കെ, ആദ്യം ഞാൻ പുറത്ത് വിടണ്ടാന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ പെറ്റീഷൻ നിങ്ങൾ വായിച്ചിരുന്നെങ്കിൽ പുറത്ത് വിടണമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ എല്ലാവരും കൺസെന്റ് ഫോം സൈൻ ചെയ്ത വ്യക്തികളാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ പബ്ലിക്കേഷൻ പുറത്ത് വിടുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് കാണിക്കണം. അതായത് ഇൻ മൈ കേസ് എസ്പെഷ്യലി എൻ്റെ കേസിൽ ഇതുവരെ ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ എനിക്കൊരു കോപ്പിയും അവർ തന്നിട്ടില്ല. അത് ഒന്ന്. സെക്കൻഡ് തിങ് ഈസ് ആ അൺഎഡിറ്റഡ് വേർഷൻ ഇൻ്റെ റിപ്പോർട്ടിൽ നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അതിൽ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തപ്പെട്ടോ ഇന്നും എനിക്കറിയില്ല. അന്ന് ഞാൻ പോയി എൻ്റെ മൊഴി കൊടുത്തപ്പോൾ എനിക്കത് അറിയണ്ടേ, അത് ആ സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റായിട്ട് അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? അവിടെ ഒരു സംശയമുണ്ട് എനിക്ക്. പ്ലസ് ഞാൻ പറഞ്ഞ വേർഷൻസ് എഴുതിയിട്ടുണ്ടോ? ആൻഡ് തേർഡ് തിങ് ഈസ് ആ റിപ്പോർട്ടിൽ തന്നെ അൺഎഡിറ്റഡ് വേർഷനിൽ തന്നെ എന്റെ കാര്യങ്ങൾ അവിടെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടോ? ഇത് മൂന്നുമാണ് ഞാൻ കോടതിയിൽ ചോദിച്ചത്. ഇത് ചോദിച്ചിട്ട് ഇതെല്ലാം ശരിയാണെങ്കിൽ നമുക്കത് റിഡക്റ്റഡ് വേർഷനിൽ പോയി അത് പബ്ലിഷ് ചെയ്യണമെന്നാണ് എൻ്റെ പ്രയറിലും കറക്റ്റായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ 16th പെറ്റീഷൻ കൊടുത്തത്. ബട്ട് അന്ന് കോൺക്ലേവ് ഇരുന്ന കാരണം കൊണ്ട് എൻ്റെ കേസ് പോസ്റ്റഡ് ടു 19th August, വിച്ച് ഈസ് എ മൺഡേ. പക്ഷേ ഇതിൽ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ അന്ന് തന്നെ കുറേ മാധ്യമങ്ങൾ അത് ചോദിച്ചേ ഇല്ല. 18th August എൻ കയ്യിൽ തെളിവുണ്ട്. 18th August ഈ റിപ്പോർട്ടർ ചാനൽ തന്നെ വെല്ലുവിളി ഇട്ടു ടു ദ ഗവൺമെന്റ്. നാളെ ഇത് പുറത്ത് വന്നില്ലെങ്കിൽ ഞങ്ങൾ കയ്യിൽ ഈ റിപ്പോർട്ടുണ്ട്, ഒന്നൊന്നായി ഞങ്ങൾ പുറത്തു വിടുമെന്ന് 18th August അവർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് എന്ത് കാരണം കൊണ്ട് നിങ്ങൾ മീഡിയസ് അത് എടുത്തില്ല? എന്റെ കേസ് 19th വാദിക്കുമ്പോൾ എനിക്ക് സമയം കോടതി 3 o'clock വரைക്കും കൊടുത്തിരുന്നത്. ദാറ്റ് ഐ ഷുഡ് അപ്രോച്ച് എ സിംഗിൾ ബെഞ്ച്. ഓക്കെ, 3 മണി എനിക്ക് സമയം ഉണ്ടായിട്ടും പെട്ടെന്ന് 2:30 ഈ പ്രഷർ എവിടെ നിന്നാണ് വന്നത്? ഗവൺമെന്റ് പെട്ടെന്ന് 2:30 അത് റിലീസ് ചെയ്യണമെന്ന്. ബിക്കോസ് ഇങ്ങനത്തെ ചാനൽസ് ത്രൂ ആണ് ഇവര് സൺഡേ രാത്രി ഇങ്ങനെ ഇത് സ്ക്രോൾ ഇട്ടും പിന്നെ ഡിബേറ്റും നടത്തി. ഇത് തിങ്കളാഴ്ച പുറത്ത് വിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഒന്നൊന്നായിട്ട് ഈ റിപ്പോർട്ടിൽ ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ കയ്യിലുണ്ട്, അത് പുറത്തേക്ക് വിടുമെന്ന്. സോ ഇത് നേരത്തെ ഇത് SIT ത്രൂ ലീക്ക് ആയിട്ടില്ല. ഇതിക്ക് മുമ്പേ ലീക്ക് ആണ് സംഭവമാണ് ഇത്. ദാറ്റ് ഈസ് ഐ തിങ്ക് 19th ഈ ജസ്റ്റിസ് മാം നമ്മളുടെ ഗവൺമെന്റ് കൊടുത്തു. ആൻഡ് ഒബ്വിയസ്ലി അത് ഒരു കോൾഡ് സ്റ്റോറേജിൽ ആ പീരിയഡിൽ തന്നെ ഇത് ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ ഇത് പോയിട്ടുണ്ട്. അതായത് അൺഎഡിക്റ്റഡ് വേർഷൻ ആണ് ഞാൻ ഇവിടെ പറയുന്നത്. പിന്നെ 2022 തോന്നുന്നു, അല്ലെങ്കിൽ 23 നിങ്ങളുടെ ആർക്കൈവ്സിൽ നിങ്ങൾ നോക്കൂ. അവിടെ ഈ ജസ്റ്റിസ് ഹേമ റിപ്പോർട്ട് സ്റ്റഡി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 3 അംഗം ബെഞ്ച് ഗവൺമെന്റ് ഒരു ഇത് തീരുമാനിച്ചു തോന്നുന്നു. ഓക്കെ, അപ്പോ അങ്ങനെ ഇരിക്കുമ്പോ ഇത് ഓൾറെഡി ബസ്റ്റഡ് ആണ് ഞാൻ പറയുന്നത്. ഈ റിപ്പോർട്ട് ഹാസ് ബീൻ ടാർണിഷ്ഡ്. അപ്പൊ എന്നെപ്പോലെ ആൾക്കാരെ കുറെ പേര് അവിടെ പോയി. ഞങ്ങൾ എന്ത് കാരണം കൊണ്ട് ഞങ്ങൾ അവിടെ പോയത്? ബിക്കോസ് ഇവിടെ ഒരു ട്രൈബ്യൂണൽ വരണം, ഒരു റിഡ്രസൽ വരണം. അതിക്ക് വേണ്ടിയല്ലേ പോയത്? ഇങ്ങനെ മസാല സ്റ്റോറീസ് പറയാനാണ് ഞങ്ങൾ അവിടെ പോയത്. ഇന്നും ഇപ്പോഴും നമുക്ക് ഒരു ഗ്രീവൻസ് സെൽ അഡ്രസ് ചെയ്യാൻ ഒന്നുമില്ല. പിന്നെ അവിടെ ഐ തിങ്ക് സജി നമ്പ്യാർ പറയുന്നു ICC വേസ്റ്റ് ഓഫ് ടൈം. ഞാൻ ഇപ്പോഴും ICCക്ക് അഗെയിൻസ്റ്റ് ആണ്. എന്ത് കാരണം കൊണ്ട് ആരും അവിടെ പോകുന്നില്ല? ബിക്കോസ് നമ്മൾ പ്രൊഡക്ഷനിൽ ഇരിക്കുന്ന ആൾക്കാരെ തന്നെ അതിലേയും ഉണ്ട്. സോ ഇത് ഫിലിം ഇന്റർഫിയറൻസ് ഇല്ലാതെ ഒരു ട്രൈബ്യൂണൽ ആണ് വരേണ്ടത്. ആൻഡ് ഇറ്റ് ഇറ്റ്സ് ടൈം. ഇപ്പൊ നോക്കൂ, SIT പ്രോബ് ഇട്ടിട്ടിരിക്കുന്ന സമയം ഇന്ന് തന്നെ കുറേ കാര്യങ്ങൾ പുറത്തു വന്നല്ലോ. ഈസ് ദിസ് ദ റൈറ്റ് വേ?
എനിക്ക് ഇവിടെ ഒരുപാട് സംശയങ്ങൾ ഫ്രോം ദ ബിഗിനിങ്. അത് കാരണം കൊണ്ടാണ് ഞാൻ കോടതിയിൽ പോയത്. ഞാൻ എന്ത് കാരണം കൊണ്ട് എന്റെ പൈസ ഇട്ടിട്ട് ഞാൻ കേസുക്ക് മേലെ കേസ് ഇടുന്നേ? ബിക്കോസ് ഐ വാണ്ട് ജസ്റ്റിസ് ഫോർ ദ ഫീമെയിൽ ഓഫ് സിനിമ. ഞാൻ ഒരു സിനിമ രഞ്ജിനി മാഡം, ഞാൻ ചോദിക്കുന്നത് അതാണ്. അതായത് ഇപ്പോൾ മാഡം പറയുന്നത് ഈ ഓഗസ്റ്റ് 18-ാം തീയതി തന്നെ റിപ്പോർട്ടർ ചാനൽ പറഞ്ഞു സർക്കാർ പുറത്തുവിട്ടില്ലെങ്കിൽ ഈ റിപ്പോർട്ട് ഞങ്ങൾ പുറത്തുവിടും, എന്നിട്ട് എന്തുകൊണ്ട് ഞങ്ങൾ അത് അന്വേഷിച്ചില്ല എന്നാണല്ലോ. അതായത് ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം അപ്പോൾ തന്നെ ആ ചാനലിന്റെ കൈവശം ഉണ്ടായിരുന്നു എന്ന് താങ്കൾ സംശയിക്കുകയാണ്. മാത്രമല്ല അതുകൊണ്ട് SITയുടെ ഭാഗത്ത് നിന്നല്ല ഇത് ചോർന്നിരിക്കുന്നത് എന്ന ഒരു കൺക്ലൂഷനിലേക്കും താങ്കൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ അതിജീവിതകളുടെ മൊഴി നൽകിയവരുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്ന് കോടതി പറഞ്ഞത് പാലിക്കപ്പെടില്ല എന്ന ആശങ്കയാണോ താങ്കൾക്കുള്ളത്? അതല്ലേ ഞാൻ കോടതിക്ക് പോയത്. ഞാൻ ഓഗസ്റ്റിൽ പോയത് കാരണം ഇത് കാരണം കൊണ്ടല്ലേ. ബിക്കോസ് ഐ വാസ് ആന്റിസിപ്പേറ്റിംഗ് ദിസ്. ഇത് എന്തായാലും വരുമെന്ന്. അപ്പൊ നമുക്ക് ഒരു സുരക്ഷ ഇല്ലല്ലോ, റൈറ്റ്? അപ്പോ ഇത് ഇപ്പൊ മെസ്സപ്പ് ആക്കിയത് ആരാ? ഗവൺമെന്റ് അല്ലേ. ആദ്യം ഓക്കെ, ഇനിയും 18th അങ്ങനെ ഒരു സംഭവം ഒരു ചാനൽ അങ്ങനെ എന്താ പറയാ ചാലഞ്ച് ചെയ്യുമ്പോ ഗവൺമെന്റ് ഷുഡ് ഹാവ് ടേക്കൺ കോഷൻ. അവര് ആ ചാനലിക്ക് തന്നെ അല്ലെങ്കിൽ ഒരു റിലീസ് ചെയ്യണം, സ്റ്റേറ്റ്മെന്റ് റിലീസ് ചെയ്യണം. ലൈക്ക് ഇനി ആരെങ്കിലും ഈ റിപ്പോർട്ടെ കുറിച്ച് പുറത്ത് വിടുന്നെങ്കിൽ ഞങ്ങൾ സീരിയസ് ഒരു ഗാഗോടെ ഇടേണ്ടതല്ലോ. എന്ത് കാരണം കൊണ്ട് ഗവൺമെന്റ് അത് ചെയ്തില്ല? അപ്പൊ മൊത്തത്തില് ഇത് ടോട്ടലായിട്ട് അട്ടർ ഫെയിലിയർ ആണ്. അപ്പൊ പീപ്പിൾ ലൈക്ക് മീ വി ഹാവ് ബീൻ അഫക്റ്റഡ്. അപ്പൊ ഇത് എവിടെ പോയി ഞങ്ങൾ പരാതി കൊടുക്കും? ദിസ് ഈസ് എ ലാഫിംഗ് സ്റ്റോക്ക് അല്ലേ. നമുക്ക് പ്രൊട്ടക്ഷനും ഇത് കോൺഫിഡൻഷ്യാലിറ്റി, പിന്നെ എന്തിനാ ഈ ഹിയറിംഗ് വെച്ചത് ഇത്രയ്ക്ക് അഷ്വറൻസ് തന്നിട്ട് നമുക്ക്? അപ്പൊ ഇത് സീരിയസ് ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അല്ലേ, വയലേഷൻ. പിന്നെ ഈ വുമൻ കമ്മീഷൻ എന്താ ചെയ്യുന്നത്? ഉറങ്ങാനോ? അട്ടർ ഫെയിലിയർ ഓഫ് ദി ഗവൺമെന്റ് സിസ്റ്റംസ് എന്നാണോ? അതെ, കറക്റ്റ് അല്ലേ. ഇപ്പൊ നോക്കൂ, ഇപ്പൊ ഇത് ഭംഗിയായിട്ട് ഗവൺമെന്റ് ഭംഗി രീതിയിലാണ് നന്നായിട്ട് ചെയ്തത്. ബിക്കോസ് ആദ്യം ഇന്ത്യയിൽ തന്നെ ഇങ്ങനത്തെ ഒരു സംഭവം അവര് തയ്യാറെടുത്തു, വിച്ച് ഇസ് എ ഗുഡ് തിങ്. ഞാൻ അത് ഹൈലി ഐ കോൺഗ്രാറ്റുലേറ്റ് ദ ഗവൺമെന്റ്, ഐ സ്റ്റാൻഡ് വിത്ത് ദ ഗവൺമെന്റ്. പക്ഷേ ഇത് അന്ന് തന്നെ ഞാൻ ഒരു ഇതിൽ പറഞ്ഞപ്പോ ഐ റേസ് ദിസ് ക്വസ്റ്റ്യൻ. അതായത് എല്ലാ പാർട്ടിസിപ്പൻസ്ക്കും ഈ സ്റ്റേറ്റ്മെന്റും ഈ റിപ്പോർട്ടും അൺഎഡിറ്റഡ് വേർഷൻ കൊടുത്ത് നമ്മളെല്ലാവരും തീരുമാനിച്ചിട്ട് ഓക്കേന്ന് പറഞ്ഞ ശേഷം അത് റിജക്ട് ചെയ്തിട്ട് വേർഷൻ പുറത്തിടുന്നു ഇത് ചോദിച്ചിരുന്നു. പക്ഷെ ആരും അത് എന്റർടൈൻ ചെയ്തിട്ടില്ല. പെട്ട് 13th ഓഗസ്റ്റ് ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റ് വരുന്നു. RTI ആണ് വലുത്, അത് കാരണം കൊണ്ട് ഹാവ് ടു റിലീസ് ചെയ്യണം. അപ്പോഴാണ് ഞാൻ പോയി കോടതിയിൽ പോയി വാദിക്കുന്നു. ബിക്കോസ് ഇത് എന്റെ പ്രിവസി മാറ്റർ ആണ്, ഞാനൊരു സെക്കൻഡ് പാർട്ടിയാണ്. എന്നിട്ടും ഇങ്ങനെ സൺഡേ എന്റെ കേസ് മൺഡേ വരുന്നു ഹിയറിംഗ്. സൺഡേ ഈ ചാനൽ തന്നെ ഇങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തി. അപ്പോ മൺഡേ വേറെ നിവൃത്തിയില്ലാതെ ഗവൺമെന്റ് ഹാവ് ടു റിലീസ് ഇറ്റ്. ബിക്കോസ് ഇത് റിലീസ് ചെയ്തില്ലെങ്കിൽ ഈ ചാനൽ പുറത്ത് ഇന്ന് നടന്ന സംഭവം അന്ന് നടന്നാണ്. മനസ്സിലായോ? അതായത് രഞ്ജിനി മാഡം, താങ്കൾ പറയുന്നത് SITയിൽ നിന്നല്ല ഇത് ചോർന്നിരിക്കുന്നത്, സർക്കാർ സംവിധാനങ്ങളുടെ വീഴ്ചയാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഇതിനു മുൻപ് തന്നെ ഈ വിവരങ്ങളൊക്കെ ചോർന്നു പോയിട്ടുണ്ട് എന്നാണല്ലോ. എന്ന് പറഞ്ഞാൽ ഇത് സർക്കാർ സംവിധാനങ്ങളുടെ ഏത് തരത്തിലുള്ള വീഴ്ച? ആരെങ്കിലും ഈ ഇപ്പോ മന്ത്രിസഭയിലെ അംഗത്തിന് ഇതറിയാം, അല്ലെങ്കിൽ ഭരണപക്ഷത്തൊരു MLA ചലച്ചിത്ര താരമുണ്ട്, ഇവരിലൂടെയൊക്കെ ഇത് ചോർന്നു പോയിട്ടുണ്ടാകാം, അതുകൊണ്ട് സർക്കാർ ഒരു ആക്ഷനും എടുത്തില്ല എന്നൊക്കെയാണോ താങ്കൾ സംശയിക്കുന്നത്? അത് എനിക്കറിയില്ല. ബട്ട് ഈ ചാനലിനെ കുറിച്ചാണ് ഞാനിപ്പോ പറയുന്നത്. 18th എങ്ങനെ അങ്ങനത്തെ ഒരു ചാനൽ ഭീഷണിപ്പെടുത്തിങ്കിലേ ഗവൺമെന്റ് ഷുഡ് ഹാവ് ഗിവൻ എ ഗാഗ് ഓർഡർ അല്ലേ മീഡിയക്ക്. ഇനി ഒരു കേസ് മൺഡേ വരുന്നു, അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കുന്ന ഒരു സർക്കുലർ ഇറക്കിയാൽ എന്ത്? അവിടെയല്ലേ ഫെയിലിയർ ആയത്. ഞാൻ പറയുന്നത് സൺഡേ 18th ഓഗസ്റ്റ് അന്നാണ്, ആ ഡേറ്റ് ആണ്. എനിക്ക് തെളിവുണ്ട്. ഞാൻ വേണമെങ്കിൽ അത് ഞാൻ ഗോപിക്ക് അയക്കാം ആ വാട്സാപ്പ്. ബിക്കോസ് ഐ ടേക്കൻ ദ സ്ക്രീൻഷോട്ട്. അങ്ങനെ ഒരു മീഡിയ ചാലഞ്ചിങ് മീൻസ് അപ്പൊ അവർ കയ്യിൽ എത്രയ്ക്ക് ഈ അൺഎഡിറ്റഡ് വേർഷനോ അല്ലെങ്കിൽ റിഡാക്റ്റഡ് വേർഷൻ വാട്ട് എവർ ദേ വാണ്ട് ടു കോൾ ഇറ്റ്, അതായത് പബ്ലിഷ് ചെയ്തതിന് മുമ്പാണ് പറയുന്നത്, ദ ഈഫ് ഓഫ് ദ പബ്ലിക്കേഷൻ. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പോയിന്റ് അല്ലേ ഞാൻ പറയുന്നത്. ഇപ്പോ ഇത് ഒരു ടെറിഫൈങ് ഇവന്റ് ആണ്. അപ്പൊ മൺഡേ എന്റെ കേസ് അവിടെ വാദിച്ചിട്ട് ഇരിക്കുമ്പോഴാണ് ഗവൺമെന്റ് റിലീസ് ചെയ്യുന്നു. സോ സംതിങ് ഇസ് റോങ് സംവെയർ. അങ്ങനെയാണെങ്കിൽ രഞ്ജിനി മാഡം, WCC സർക്കാരിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒരു തുറന്ന കത്ത് എഴുതുന്നതിന് പകരം കോടതിയെ സമീപിക്കുകയായിരുന്നില്ലേ വേണ്ടിയിരുന്നത്?
അല്ല, ഞാനും പാർട്ട് ഓഫ് WCC. ഇന്ന് നമ്മൾ ചെയ്തത് നല്ല കാര്യമാണ്, ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, പക്ഷേ ഈ വീഴ്ച ഞാൻ പറയുന്നത്, ഞാൻ 19th ഓഗസ്റ്റിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് ഞാൻ എന്ത് കാരണം കൊണ്ട് ഞാൻ കോടതി പോയത്, അതും ഞാൻ പോന്ന ശേഷം ഒരുപാട് മീഡിയ അത് ഡിലിബറേറ്റ്ലി ആയിട്ട് മിസ്ഇന്റർപ്രേറ്റ് ചെയ്തു. നോട്ട് ഓൾ മീഡിയ, ചില മീഡിയ. അതായത് ഞാൻ ആരോടെയോ ദൂതായിട്ടാണ് പോന്നു, ലാസ്റ്റ് മിനിറ്റിൽ ഒരുപാട് ആൾക്കാർ ഇത് തടയാൻ ശ്രമിക്കുന്നു. അതിൽ ഒരാളാണ് രഞ്ജിനി. അങ്ങനെയും ചില ചാനൽസിൽ വന്നിരുന്നു. എനിക്ക് ഇത് അലാം ബെൽ അടിച്ച കാരണം കൊണ്ടാണ് ഞാൻ അവിടെ പോയത്. സോ ഇപ്പൊ എന്റെ സംശയം ഇപ്പൊ എല്ലാവർക്കും വ്യക്തമായല്ലോ, ഇപ്പൊ ഞാൻ എന്ത് കാരണം കൊണ്ട് ഞാൻ കോടതിക്ക് പോയത്. റൈറ്റ്? ഇസ് ഇറ്റ് നോട്ട് റൈറ്റ്? ഇത് ഞാൻ നേരത്തെ ആന്റിസിപ്പേറ്റ് ചെയ്തതാണ്. ഞാൻ എനിക്ക് ഇന്ററിം ഓർഡർ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഗവൺമെന്റും റിലീസ് ചെയ്തത്. സോ ഇറ്റ്സ് ഓൾ, എന്റെ കേസ് ഇൻഫ്രക്ഷ്യസ് ആയി. ബട്ട് എനിവേ, ഐ ആം സ്റ്റിൽ ഫൈറ്റിംഗ് ഫോർ ദ ട്രൈബ്യൂണൽ. ഐ ആം സ്റ്റിൽ ഫൈറ്റിംഗ് ദാറ്റ് ഐ ഷുഡ് ഗെറ്റ് ദാറ്റ് കോൺസെന്റും ഒറിജിനൽ റിപ്പോർട്ട് കാണണമെന്ന് ഇന്നും ഞാൻ അതിക്ക് വേണ്ടി കോടതിയിൽ ഞാൻ കേസ് എഴുതുന്നു. ഞാൻ എന്ത് സ്വന്തം ചെലവിലെയാണ് ഇതെല്ലാം ഞാൻ ചെയ്യുന്നത്. Just to get the clear idea of how your statements have been recorded, അതിനു വേണ്ടിയാണല്ലോ അല്ലേ? അതായത് യെസ്, അബ്സല്യൂട്ട്ലി. Okay. എനിക്കറിയണ്ടേ, ഞാൻ അവിടെ വെച്ചിട്ട് ഒരു കോൺസെന്റ് ഒരു ഫോം സൈൻ ചെയ്തു. അപ്പോ അതിന്റെ സ്റ്റേറ്റ്മെന്റ്, ബിക്കോസ് ഇറ്റ്സ് എ സ്റ്റഡി റിപ്പോർട്ട്, ആദ്യത്തെ പാർട്ടിസിപ്പന്റ് ആണ് ഞാൻ. അപ്പോൾ ഒബ്വിയസ്ലി ഐ ഹാവ് ടു ഗിവ് ദം ടൈം ഓൾസോ, ബിക്കോസ് അവർക്ക് ഇത് ആദ്യമാണ്, സിനിമ എന്താണ് അവർ അറിയില്ല. അപ്പോ ജസ്റ്റിസ് മാമിക്ക്, ബിക്കോസ് അവർ വേറെ ഇതിലേ അല്ലേ. അപ്പോ ഇറ്റ് വിൽ ടേക്ക് ടൈം. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, വേറെ ആൾക്കാരും ഉണ്ടല്ലോ. അപ്പൊ അവരുടെ ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഒരു പ്രിപ്പറേഷൻ ആയിട്ട് അവർ കൊടുക്കുമല്ലോ. സോ ഐ വാസ് വെയിറ്റിംഗ്. എനിക്കത് കിട്ടിയിട്ടില്ല ഇതുവരെ. ഞാൻ എന്ത് പറഞ്ഞിരിക്കുന്നു, ആ സ്റ്റേറ്റ്മെന്റിൽ എന്താ എഴുതിയിരിക്കുന്നു, എന്ത് ഒറിജിനൽ ആയിട്ട് റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നു, ഇതുവരെ എനിക്ക് അറിയില്ല. അത് കാരണം കൊണ്ടാണ് ഞാൻ സ്റ്റിൽ ഐ എം ഫൈറ്റിംഗ് ദ കേസ്. മനസ്സിലായി മാഡം, അണ്ടർസ്റ്റുഡ്. അപ്പോൾ താങ്ക് യു വെരി മച്ച് രഞ്ജിനി മാഡം ഫോർ ജോയിനിങ് us. താങ്ക് യു. ശ്രീമതി രഞ്ജിനിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അതായത് നേരത്തെ തന്നെ SITയിൽ നിന്നല്ല ഇത് ചോർന്നിരിക്കാൻ ഇടയുള്ളത്, അതിന് മുൻപ് തന്നെ ഈ വിവരങ്ങൾ ചോർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ചാനൽ ഈ വിവരങ്ങൾ സർക്കാർ പുറത്തുവിട്ടില്ലെങ്കിൽ ഞങ്ങൾ പുറത്തുവിടുമെന്ന് പറയേണ്ടി വന്നത്. ആ ഘട്ടത്തിൽ പോലും സർക്കാർ ഇടപെട്ടില്ല. സർക്കാർ സംവിധാനങ്ങളുടെ വീഴ്ചയും പരാജയവുമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിൽ തനിക്ക് ആശങ്കയുണ്ട് എന്നാണ് നടി രഞ്ജിനി